ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകങ്ങൾ 23-24. യദി അഹം ന വർത്തേയം ജാതു കർമ്മണ്യ അതിന്ദ്രിതഃ മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. ഉത്സീദേയുരിമേ ലോകാ ന കുര്യാം കർമ്മചേദകം സങ്കരസ്യ ച കർത്താ സ്യാത് ഉപഹന്യാം ഇമാഃ പ്രജാഃ. യദി ഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. ഉത്സീദേയുരിമേ ലോകാ ന കുര്യാം കർമ്മചേദകം സങ്കരസ്യ ച കർത്താ സ്യാം ഉപഹന്യാമിമാഃ പ്രജാഃ. ലോകക്ഷേമത്തിനു വേണ്ടി ഭഗവാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ഉണ്ടായേക്കാവുന്ന സ്ഥിതിവിശേഷമാണ് ഈ ശ്ലോകങ്ങളിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത്. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അർജുന, ഒന്നും നേടണമെന്നില്ലാത്ത എനിക്ക് വേണമെങ്കിൽ ഒന്നും പ്രവർത്തിക്കാതെയും കഴിയാം. വേദവിധികൾക്കും ആചാരങ്ങൾക്കും അതീതനായി ഞാൻ വർത്തിച്ചാൽ ഈ ലോകരെല്ലാം എന്നെ അനുകരിക്കുകയേ ഉള്ളൂ. അപ്പോൾ ലോകരാകെ തന്നെ അകർമ്മണ്യരായിത്തീരും. ശ്രീകൃഷ്ണ പരമാത്മാവ് ഭൂമിയിൽ പല ദിവ്യവിഭൂതികൾ പ്രകടിപ്പിച്ചുവെങ്കിലും ഒരു സാധാരണ ഗൃഹസ്ഥനെ പോലെ ലൗകിക കർമ്മങ്ങളിൽ വ്യാപരിക്കുകയായിരുന്നു. ഭഗവാൻ വേദാതീതനാണ്. ആ നിലയ്ക്ക് ലൗകിക വ്യാപാരങ്ങളിൽ നിന്ന് വേണമെങ്കിൽ വിട്ടുമാറി നിൽക്കാം. പക്ഷേ ലോകർക്ക് മാതൃക കാട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അവതാരലീലകൾ ഒരു സാധാരണ ഗൃഹസ്ഥന്റേതുപോലെ തന്നെയായിരുന്നു. സർവജന സംപൂജ്യനായ ശ്രീകൃഷ്ണ ഭഗവാൻ സർവശ്രേഷ്ഠനാണ്. അദ്ദേഹം ഒരു കർമ്മവും ചെയ്യുന്നില്ല. അകർമ്മണ്യതയാണ് ശ്രേഷ്ഠമെന്ന് കരുതുന്ന ജനങ്ങൾ കർമ്മവിമുഖരായി പോകാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ വിവിധ കർമ്മങ്ങളിൽ നിരന്തരം മുഴുകിയിരിക്കുന്നത്. ഈ ജഗത്തിന്റെ മുഴുവൻ ഗുരുവായ സർവ ആദരണീയനായ ഭഗവാനെ മാതൃകയാക്കുന്നവർ കർമ്മവിരതനാണ് ഭഗവാൻ എന്ന് കണ്ടാൽ ഒന്നും പ്രവർത്തിക്കാതെ അവരും ഇരുന്നു കളയുമത്രേ. അത് ലോകക്ഷേമത്തിന് ഹാനികരമാകും. അതുകൊണ്ടാണ് ഭഗവാൻ നിരന്തരം കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നത്. വീണ്ടും ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അർജുന, ഞാൻ പരമസാക്ഷാത്കാരം നേടി ഒരു കർമ്മവും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്റെ മാർഗം സ്വീകരിക്കുന്ന ലോകരെല്ലാം നശിക്കും. അവരും ധ്യാനത്തിൽ മുഴുകി കർമ്മരഹിതരായി അലസന്മാരാകും. സങ്കരത്തിനും ഞാൻ തന്നെ കർത്താവായി